ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ മത്സരാർത്ഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ചോയ്സ് റൗണ്ടിൽ അർഷ മെഹറിൻ. അർഷ, ഹായ്. അർഷക്കുട്ടി നല്ലൊരു കല്യാണപ്പാട്ട് പാടി ഇവിടെ നിന്ന് തകർത്തിട്ട് പോയതാണല്ലേ? അർഷക്കുട്ടി പടം പോന്ന് ലൈല മജ്നുവിൻ നാട്ടിലെ. ലൈല മജ്നുവിൻ നാട്ടിലെ നേരത്തെ പാടിയത് കല്യാണപ്പാട്ടാണ്. ഇത് കല്യാണപ്പാട്ടല്ല, ഇതൊരു മെലഡിയാണ് അല്ലേ? നല്ല ട്യൂണാണ്, ഒരു മെലഡിയാണ്. അപ്പൊ ആ മെലഡി ഉൾക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ഷനൊക്കെ ഉണ്ടോ ഈ പാട്ടിന്? ഇല്ല. നീ ഈ പാട്ടിന് ആക്ഷൻ കാണിച്ചാൽ ഞങ്ങൾ നിന്റെ പേരിൽ ആക്ഷൻ എടുക്കും. ഇല്ല, ആക്ഷൻ ഇല്ല. ആക്ഷനൊക്കെ ആവാം വേണ്ടതിന് കേട്ടോ, അതാവാം. അത് വേണ്ടെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. ഇതിനുണ്ടോയെന്ന് ചോദിച്ചത് ഞാൻ തമാശയായിട്ടാണ്. മോൾക്ക് ഇതിന് വേണ്ടെടുത്ത് മോളുടെ കണ്ണിലും മുഖത്തും കയ്യിലൊക്കെ ഇതിന് വേണ്ട ഭാവങ്ങളൊക്കെ വരാം. അതൊക്കെ പാട്ടിന് വേണം, എന്നാലേ പാട്ട് പാട്ടായി വരുള്ളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഹർഷക്കുട്ടി, ഹായ്. ലൈല മജ്നു നല്ല പാട്ടാണ്. അത് മോള് നന്നായിട്ട് തന്നെ പാടണം കേട്ടോ. കല്യാണപ്പാട്ടൊക്കെ അടിച്ചു പൊളിച്ച് പാടിപ്പോയതല്ലേ, അതുകൊണ്ട് ഇതും നന്നായിട്ട് തന്നെ പാടണം. ഓൾ ദി ബെസ്റ്റ്. മോളെ നല്ലൊരു പാട്ടാണ് ഹർഷ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളെ പ്രേം സുഹൃത്ത് എന്ന അനുഗ്രഹീതനായ കവി അദ്ദേഹം എഴുതിയിട്ടുള്ള പാട്ടാണ്. കണ്ണൂർ സലീമാണ് റെക്കോർഡിൽ പാടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു കഥ ഉണ്ട്, മോള് പാടിക്കഴിഞ്ഞ ശേഷം പറയാം. ഓക്കെ ഹർഷക്കുട്ടി, നന്നായി ഫീൽ ചെയ്ത് പാടൂട്ടോ.
ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കുട്ടിക്കുപ്പായം സീസൺ 5 ജനങ്ങൾക്ക് വേണ്ടി ബോബി ആൻഡ് മാരഡോണ പവർഡ് ബൈ ആധാർ ഗോൾഡിൽ ഇനിയൊരു കുട്ടി ബ്രേക്ക്. ഹർഷ, ഹർഷയുടെ സ്വീറ്റ് വോയിസിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു. നമുക്കിനി ജഡ്ജസിനോട് ചോദിക്കാം. അസ്മത്ത. ഹർഷ സൂപ്പറായിട്ട് പാടി. താങ്ക് യു. ശ്രുതിയൊക്കെ തെറ്റിക്കാതെ നന്നായിട്ട് തന്നെ മോള് പാടി. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ മൈലാഞ്ചി പൂവിട്ട കാട്ടിലൊക്കെ ഭയങ്കര രസമായിട്ട് പാടി. താങ്ക് യു. അതുപോലെ നമ്മുടെ സലീം ഖാൻ്റെ നല്ലൊരു പാട്ടാണ്. അദ്ദേഹത്തിന് നല്ലൊരു പാട്ട് ഇവിടെ എടുത്ത് പാടിയതിന് ഒരുപാട് നന്ദി. എന്തായാലും മോള് നല്ലൊരു കൊഞ്ചി പാടുന്ന പോലെ, ഒരു ചെറിയ കുഞ്ഞു കുട്ടികൾ പാടുന്ന പോലത്തെ ഒരു ഫീല്. നന്നായിട്ട് പാടി. ഇത്രയും ഹൈ പിച്ചിൽ ഈസി ആയിട്ട് പാടി മോള്. അടിപൊളി. താങ്ക് യു അസ്മത്ത. ഗഫൂർക്ക. ഹർഷമോളെ ഉഗ്രനായിട്ട് പാടി. ഉഗ്രൻ. കാരണം ഈ പാട്ട് ഇതിൻ്റെ തുടക്കം തൊട്ട് ഇതിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് വല്ലാതെ ആ പാട്ടിനെ ഫീൽ ചെയ്തു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രേം സുഹൃത്ത് ഗാനരചന നിർവഹിച്ച് കണ്ണൂർ സലീം റെക്കോർഡിൽ പാടിയിട്ടുള്ള പാട്ടാണ്. യഥാർത്ഥത്തിൽ ഇത് പ്രേം സുഹൃത്ത് ഈ പാട്ട് എഴുതിയത് ഇതൊരു ഗായികക്ക് പാടാൻ വേണ്ടിയിട്ടാണ്. ഇതിലെ വരികൾ വായിച്ചു നോക്കിയാൽ അറിയാം. ലൈല മജ്നുവിൻ നാട്ടിൽ മൈലാഞ്ചി പൂവിട്ട കാട്ടിൽ ബൈത്തുകൾ മൂളുന്ന കാറ്റാലെ കണ്ടുപോ നീ എൻ്റെ മാരനെ എന്നായിരുന്നു ഇതിൻ്റെ വരി. പക്ഷേ ഈ പാട്ട് കേട്ടപ്പോൾ സലീമിന് ഇതിനോട് എന്തൊരു ആകർഷണം തോന്നി, ഇതിൻ്റെ ട്യൂണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പാട്ട് ഞാൻ പാടാമെന്ന്. പ്രേം സുഹൃത്ത് പറഞ്ഞു താങ്കളിത് പാടിയ ഇനി മുതൽ താങ്കൾക്ക് വേണ്ടി ഞാൻ ഇനി പാട്ട് എഴുതില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ തെറ്റി. പ്രേം സുഹൃത്ത് ചൂടായിട്ട് ഇറങ്ങിപ്പോയി. സലീം പക്ഷേ ഇത് റെക്കോർഡിൽ ഇത് പാടുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ പുതിയ തലമുറയിലെ ആളുകൾ യഥാർത്ഥത്തിൽ കേൾക്കുന്നത് സലീംക്കാടെ മകള് സജല സലീം പാടിയതിന് ശേഷമാണ് ഇപ്പോൾ അത് കൂടുതൽ എല്ലാ ഗായകന്മാരും എടുത്ത് പാടാൻ തുടങ്ങിയിട്ടുള്ളത്. ഒരു നല്ല ഫീലുള്ള പാട്ടാണ്. ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ബൈത്തുകൾ മൂളുന്ന കാറ്റലെ കണ്ടുപോ നീ എൻ്റെ മാരനെ. ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ കണ്ടുപോ നീ എൻ്റെ മാരനെ എന്ന് ആ പാട്ട് തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പം അതുപോലെ സലീം ഖാക്ക് പാട്ടുകൾ എഴുതിയിട്ടുള്ള ഒരാളാണ് മഹമ്മൂദ് പുല്ലുക്കര. അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഞാനൊക്കെ ആദ്യകാലത്ത് ഫസ്റ്റ് റെക്കോർഡിൽ പാടിയ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ്. മഹമ്മൂദ് പുല്ലുക്കര എന്നുള്ള അനുഗ്രഹീതനായ കവിയുണ്ട്. അദ്ദേഹം ഒട്ടേറെ പാട്ടുകൾ സലീം ഖാക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് തങ്കക്കസവിൻ്റെ തട്ടത്തിനുള്ളിൽ പാടുന്നു. അതിലൊരു വരിയുണ്ട്, കാനോത്തു ചെയ്തെന്നെ പോറ്റുവാനെത്തുന്ന മാരന് നൽകാം ഞാൻ സ്വർഗത്തിൻ തോപ്പ് എന്ന് അത് ഒരു ഗായിക പാടേണ്ട ഭാഗമാണ്. സലീം ഭായ് പറഞ്ഞു ആ ഭാഗം ഞാൻ പാടുന്നു. ഉടനെ മുഹമ്മദ് പുല്ലുക്കർക്ക് അത് ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ സലീമായിട്ട് തെറ്റിയെന്നൊക്കെയാണ് എൻ്റെ കഥകൾ. ഈ കഥകളൊക്കെ മുഹമ്മദ് ഖാനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഞാനിപ്പോൾ അത് ഈ പാട്ടിൻ്റെ മോളി പാട്ട് പാടിയപ്പം പങ്കുവെച്ചു എന്ന് മാത്രം. മോള് വളരെ നല്ല ഒരു രസമായിട്ട് പാടിയുണ്ട്. ശബ്ദം ഇതുപോലെ നന്നായി സൂക്ഷിക്കുക. താങ്ക് യു ഗഫൂർക്ക. ഫിറോസ്ക്ക. ഹർഷ, ഞാൻ നേരത്തെ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിരുന്നോ? ഞാൻ ആക്ഷൻ എടുത്തു. ഇവിടെ വാ, ഇങ്ങോട്ട് വാ, വേം വാ, പെട്ടെന്ന് ഓടി വാ. ഇതാണ് ഞാൻ എടുത്ത ആക്ഷൻ. ഇത് മെഹറിനെ കൊണ്ട് വായിപ്പിച്ചേ. നീ വായിക്കണ്ട, ഞാൻ എടുത്ത ആക്ഷനാണിത്. മെഹറിൻ വായിക്കും. എന്ത് ആക്ഷനാണ് മെഹറിൻ? സാറ്റിസ്ഫാക്ഷൻ. അതൊരു ആക്ഷൻ അല്ലേ? സാറ്റിസ്ഫാക്ഷൻ. മോൾക്ക് മനസ്സിലായോ? മോൾക്കൊന്നും മനസ്സിലായില്ല. അപ്പം നീ എത്രാം ക്ലാസ്സിലാ? ഞാൻ 6th. അപ്പം നിനക്ക് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള വാക്ക് നീ പഠിച്ചിട്ടില്ലേ ഇംഗ്ലീഷിൽ? എന്താണ് ഇതിൻ്റെ അർത്ഥം? മെഹറിൻ പറയും. എന്താ മെഹറിൻ അർത്ഥം? എന്താ? സംതൃപ്തി.
ക്യാ ബാത്ത്. സംതൃപ്തി കേട്ടോ. മോള് പാടിയതിൻ്റെ സംതൃപ്തിയാണ് ഞാൻ അറിയിച്ചത്. അതാണ് ഞാൻ എടുത്ത ആക്ഷൻ. അസാധ്യമായിട്ട് പാടി. അസാധ്യമെന്ന് ഞാൻ മോളുടെ പ്രായത്തിനൊത്താ പറയുന്നത് കേട്ടോ. മോള് കുഞ്ഞു കുഞ്ഞു സംഗതികൾ പോലെയാണ് പാടുന്നതെങ്കിലും ചില സ്ഥലമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. മനോധർമ്മം പോലെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ട്. അത് 2 സ്ഥലങ്ങളിൽ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തത്. കണ്ടുവോ പാടിയില്ലേ? കണ്ടുവോ എന്ന് പാടിയേ. ബൈത്തുകൾ മൂളുന്ന കാറ്റലേ. അത്രയും മതി. ആ കണ്ടുപോന്ന് മോള് ഫീൽ ചെയ്തത് അത്രയും മതി. ഒരു പ്രപഞ്ചമാണ് മോൾ അവിടെ കാണിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ അത്ഭുതമല്ല. ഒരു വാക്കാണ് പാടിയത്, പക്ഷെ അങ്ങനെ കണ്ടുപോകുന്ന മോള് പാടിയാൽ സ്വർണ്ണമുഖിലേ എന്ന് പാടിയുണ്ട് ജാനകിയമ്മ. ആ ഒറ്റയില്ലേ അവസാനത്തെ ഒരു തള്ളാണത്. അവിടെ ഞാനൊക്കെ കരയും. അത് എപ്പോൾ ജാനകിയമ്മ പാടുന്നത് കേട്ടാൽ ഒരു തള്ളാണ് ശബ്ദത്തിൻ്റെ. അവിടെ എന്താ ജാനകിയമ്മ പാടിയിട്ടുള്ളത്? വേറെ അക്ഷരങ്ങളും സാഹിത്യമൊന്നുമില്ല. ഒരു തള്ള് ശബ്ദത്തിൻ്റെ ആ അഭാവമാണ്. അങ്ങനെയാണ് മോള് കണ്ടുപോ പാടിയത്. പിന്നെ എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നിയത് മൈലാഞ്ചി എന്നൊരു സ്വന്തം പാടിയില്ല, മനോധർമ്മം. അത് ഇവിടെ ഒരാൾ ഏറ്റെടുത്തു. നിന്റെ അത്ര ചെറിയൊരാളിൽ നിന്ന് ഗഫൂറിനെ പോലത്തൊരു ഗായകൻ ഒരു സംഗതി കടമെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല, അതൊരു ചെറിയ കാര്യമാണോ? എന്താ സംഗതി? ഫുള്ള് പാടൂ. ലൈല മജ് ഫുള്ള് പാടും. ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിൻ മൈല എന്നല്ലേ? ഒന്നും കൂടി ലയിച്ചു പാടുത്. മൈലാഞ്ചി. ക്യാ ബാത്ത്. അത് ഗംഭീരമായിരുന്നു കേട്ടോ. അത് മോളുടെ മനോധർമ്മമാണത്. അങ്ങനെ പാടണമെങ്കിൽ ഉള്ളിൽ നമുക്ക് എന്തൊക്കെയോ തോന്നണം. ഇങ്ങനെ പാടാം. ആ നോട്ട് അറിയണ്ടേ? റെക്കോർഡില്ലാത്തൊരു നോട്ട് പാടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത് വേണം. അതിനെയാണ് ഇൻബോൺ ടാലൻ്റ് എന്ന് പറയാം. സർഗവാസന, ജന്മവാസന എന്ന് പറയാം കേട്ടോ. അത് മോൾക്കുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പാട്ടുകൾ പഠിച്ച് നല്ല ഗായികയാവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫിറോസ്ക. ഹർഷ, നല്ല കമന്റ്സ് എല്ലാം പറഞ്ഞ ജഡ്ജസ്. മാർക്ക് ചോദിച്ചോക്കല്ലേ? ചോദിച്ചോ. ആരോട് ആദ്യം ചോദിക്കണ്ടേ? ചോദിച്ചോ. വേണ്ടേ? അസ്മത്ത, മോള് നന്നായി പാടിയതിൻ്റെ പേരിൽ 28 മാർക്ക്. താങ്ക് യു അസ്മത്ത. ഫിറോസ്ക 38.5 പ്ലസ് 0.5. താങ്ക് യു ഫിറോസ്ക. ഗഫൂർക്ക മോൾക്ക് ഞാൻ 30-ൽ 29 മാർക്ക്. താങ്ക് യു ജഡ്ജസ്. ഹർഷ 96.5 ഔട്ട് ഓഫ് 100. സന്തോഷായില്ലേ? എന്ത് സന്തോഷം നോത്ത് കാണില്ലല്ലോ. നല്ലോണം സന്തോഷായിപ്പോയി. ആണല്ലേ? ഓക്കെ, നല്ല പാട്ടുമായിട്ട് ഇനിയും വാട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.